നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു ഞായറാഴ്ച പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കർത്താവിനെ കുറിച്ച് പഠിക്കുന്നതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന മഹാഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, അതിന് ചുമതല കൊടുക്കുന്നവര് എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മള് ലോക സുവിശേഷീകരണത്തിന്റെ ഒരു എളിയ പങ്ക് വഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ വലിയ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് വളരെ ത്യാഗം കഴിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച സുവിശേഷത്തിന്റെ ഒരു ചെറിയ ഭാഗം, ആ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ ഭാഗം വഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളും ഇവിടെ രാവിലെ സമയമായിരിക്കുന്നത്. നമ്മളിത് പഠനത്തിന് ഉപയോഗിക്കാൻ കാരണം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. 2 ലക്ഷ്യമാണുള്ളത്. ഒന്ന്, നമ്മൾ തന്നെ വിശ്വാസത്തിൽ ഉറയ്ക്കണം. നമ്മുടെ വിശ്വാസം നല്ല തീവ്രതയുള്ളതാകണം, ഉറച്ചതാകണം. നമ്മൾ കാറ്റിനോട് പൊരുതുന്നവരല്ല, യഥാർത്ഥമായി സൃഷ്ടാവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകാനാണ് ഒന്നാമത്തെ ലക്ഷ്യം. നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം, നമ്മളിത് വേറൊരാൾക്ക് പകർന്നു കൊടുക്കുവാൻ, കർത്താവിനെ കുറിച്ചുള്ള അറിവ്, കർത്താവ് ഹൃദയത്തിൽ വന്നാലുള്ള മാറ്റത്തിനുള്ള സാധ്യതകൾ, ഇതെല്ലാം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ, നമ്മുടെ കൂടെ ജീവിക്കുന്നവര്, നമ്മുടെ കൂടെ താമസിക്കുന്നവര്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, പഠിക്കുന്നവര്, അവർക്ക് പങ്കുവെക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഈ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ നമ്മളുടെ മെയിൻ ഹെഡിങ് ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠതയാണ്. അതിന്റെ സബ് ഹെഡിങ് നമ്മൾ പഠിക്കുന്നത് അതുല്യനായ ക്രിസ്തു എന്ന വിഷയമാണ്. അതുല്യനായ ക്രിസ്തു. ഓക്കെ, അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7ാമത്തെ പോയിന്റ് വരെ നമ്മൾ പഠിച്ചു. അതായത് കർത്താവ് അല്ലേ, ശരിയല്ലേ? പാപമില്ലാത്ത നിസ്തുലനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ പാപരഹിതനായ ക്രിസ്തു, ഏറ്റവും വലിയൊരു നിസ്തുല്യത അതാണ്. കാരണം കർത്താവിലുള്ള ഗുണങ്ങളിൽ ചില ഗുണങ്ങളൊക്കെ നമ്മളിലുമുണ്ട്, സാധാരണക്കാരായ മനുഷ്യരായ നമ്മളിലുമുണ്ട്. എന്നാൽ നമ്മളിൽ ഇല്ലാത്ത ഏറ്റവും വലിയ കർത്താവിന്റെ നിസ്തുല്യത അല്ലെങ്കിൽ അതുല്യത എന്ന് പറയുന്നത് കർത്താവ് സമ്പൂർണമായും പാപരഹിതനായിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച് നിർത്തിയത്. അങ്ങനെയെങ്കിൽ എട്ടാമത്തെ കർത്താവ് സ്നേഹമൂർത്തിയാണ്, സ്നേഹത്തിന്റെ മൂർത്തി. ലോകത്തില് ഒരുപാട് മതങ്ങളും ചിന്തകളും ചിന്താധാരകളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഹൈന്ദവ മാർഗത്തെ പൊതുവിൽ അറിയപ്പെടുന്നത് സഹിഷ്ണുതയുടെ മതം എന്നാണ്. സഹിഷ്ണുത, എല്ലാം സ്വീകരിക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ സുവിശേഷം പറഞ്ഞാൽ കേൾക്കാൻ കുറച്ചു പേരെങ്കിലും ഇന്ത്യയിൽ ഉള്ളതിന്റെ ഒരു കാരണം അത് സഹിഷ്ണുതയുടെ മതമാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ ഈ അടുത്ത കാലത്ത് വളരെ പീഡനങ്ങൾ സുവിശേഷകർക്ക് നേരിടുന്നുണ്ട്. എങ്കിലും പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് സഹിഷ്ണുതയുടെ ഒരു മതമായിട്ടാണ്. ഇസ്ലാം മതത്തെ ലോകത്തിലെ ഏറ്റവും 2ാമത്തെ വലിയ മതമായ ഇസ്ലാം മതത്തെ കണക്കാക്കുന്നത് സാഹോദര്യത്തിന്റെ മതം എന്നാണ്. സാഹോദര്യം, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവർ തമ്മിലുള്ള ആ സാഹോദര്യ ബന്ധം, അവർ തമ്മിൽ അത് ഒരിക്കലും പിളർക്കാൻ പറ്റാത്ത ശക്തമായ സാഹോദര്യ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. അവർ പറയുന്ന മറ്റുള്ളവരോട് ഞങ്ങൾ അങ്ങനെയാണെന്നാണ് പറയുന്നത്, അതവിടെ നിൽക്കട്ടെ. അപ്പം ഹൈന്ദവ മതം സഹിഷ്ണുതയും ഇസ്ലാം മതം സാഹോദര്യവും ആണെങ്കിൽ, ക്രിസ്തു മാർഗത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ ഏറ്റവും ചുരുങ്ങിയ 2 അക്ഷരത്തിലേക്ക് ചുരുക്കിയാൽ എന്താണ് നാം വിശ്വസിക്കുന്ന ക്രിസ്തു മാർഗം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തായാലും മറുപടി അത് സ്നേഹമാണ്. അത് സ്നേഹമാണ് കേട്ടോ. അപ്പം ക്രിസ്തുമാർഗം എന്താന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ, ആരുതാരെങ്കിലും നമ്മൾ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി അത് സ്നേഹമാണ്. അപ്പം സ്നേഹിക്കാൻ കഴിയാത്ത ഒരാള് ഒരു സുവിശേഷകനായി ഇരിക്കാൻ യോഗ്യതയില്ല. ഇപ്പൊ നമുക്കറിയാം, ഗവൺമെന്റിലേക്ക് ഒരു ജോലിക്ക് അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ജോലിക്കും അതിൻ്റെതായ ബേസിക് ക്വാളിഫിക്കേഷൻ വേണം.
ഇപ്പൊ കളക്ടർ ആകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നിരിക്കട്ടെ. കളക്ടർ ആണെന്ന് ആഗ്രഹമുള്ള ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ട് എനിക്കും കളക്ടർ ആകണമെന്ന് അപേക്ഷ ഗവൺമെന്റ് കൊടുത്താൽ പറ്റത്തില്ല. അത് IAS കഴിഞ്ഞിരിക്കണം. അപ്പൊ അതുപോലെ ബേസിക് ക്വാളിഫിക്കേഷൻ വേണം. ഒരു സുവിശേഷകന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചാൽ അവൻ ബൈബിൾ കോളേജിൽ പഠിച്ച BTHO MDHO MDO PhD ഒന്നും എടുത്തോ എന്നുള്ളതല്ല, സ്നേഹമുണ്ടോ എന്നുള്ളതാണ്. സ്നേഹമുണ്ടോ ബേസിക് ക്വാളിഫിക്കേഷനായി. ബാക്കി എല്ലാം കർത്താവ് നമുക്ക് നൽകി തരും. യോഗ്യതകളും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള ദൈവം നമുക്ക് പിന്നെ തരും. അപ്പൊ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിന്റെ മൂർത്തി, ഈ മൂർത്തി എന്നൊക്കെ വാക്ക് നിങ്ങൾ കേട്ടുക. സ്നേഹം എന്ന് പറയുന്നത് ഒരു മൂർത്ത ഭാവമാണ്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല സ്നേഹം. എന്നാൽ കാണാൻ പറ്റുന്ന സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആ മൂർത്തി എന്ന് പറയുന്നത്. അതിൻ്റെതൊക്കെ മൂർത്തി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രൂപമുള്ളത്. അപ്പം യേശു ക്രിസ്തു സ്നേഹത്തിന്റെ മൂർത്തിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്നേഹം രൂപം പ്രാപിച്ചതാണ്. സ്നേഹത്തിന്റെ രൂപമാണ് യേശു ക്രിസ്തു. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, നമ്മുടെ തിരുവിതാംകൂറിലെ ഒരു മതിലില്, ഒരു വിശ്വാസിയുടെ മതിലില് ഒരു ബൈബിൾ വാക്യം എഴുതിയതും അത് പിന്നെ ചിലർ വന്ന് മായിപ്പിച്ചൊക്കെ നിങ്ങൾ വാർത്തയിൽ വായിച്ചു കാണും. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മതിൽ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന വാക്യങ്ങൾ ബൈബിളിലുണ്ട് എന്ന് കരുതി പ്രകോപിപ്പിക്കുന്ന വാക്യങ്ങൾ എഴുതരുത്. പകരം സ്നേഹത്തിന്റെ വാക്യങ്ങളെ എഴുതാവൂ എന്ന് ഞാൻ പറയാറുണ്ട്. അത് കേട്ട് കർത്താവിനെ കുറിച്ചൊന്ന് അറിയാൻ ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാകണം. അപ്പം സ്നേഹം എന്ന മുൻനിർത്തിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പുറകെയാണ്. സ്നേഹം അതിനൊന്ന് രണ്ട് വാക്യങ്ങൾ എഴുതിക്കോ. ലൂക്കോസ് 23:34. പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി പറയുകയാണ്. കർത്താവ് ക്ഷമിച്ച കാര്യമൊക്കെയാണ്. ശത്രുക്കളെ പോലും ക്ഷമിച്ചു. ലൂക്കോസ് 23:34, മത്തായി 5-6 അധ്യായങ്ങള് അത് നമ്മുടെ ഗിരിപ്രഭാഷണങ്ങൾ. ഇതെല്ലാം പ്രസംഗ വിഷയങ്ങളാണ് കേട്ടോ. ഗിരിപ്രഭാഷണത്തിലെ ഓരോ വാക്യവും നിങ്ങൾ പഠിച്ച് ദൈവവചനം പറയുവാൻ തക്ക പ്രാപ്തരാകണം ഈ ക്ലാസ് കഴിയുമ്പോൾ. മത്തായി 9:36, മത്തായി 9:36, 23:37. ഇതെല്ലാം സ്നേഹത്തെ കുറിച്ച് കർത്താവുമായുള്ള ബന്ധത്തിലുള്ള വാക്യങ്ങൾ ആണ്. 9 ഇതിന്റെ ഒന്നും വിശദീകരണം അധികം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സ്നേഹം എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ നമ്മൾ എത്രയോ കാലം കേൾക്കുന്നതായതുകൊണ്ട്. 9 കർത്താവിന്റെ താഴ്മ. അപ്പൊ നമ്മുടെ വിഷയം മറന്നു പോകരുത്. നിസ്തുല്യനായ, അതുല്യനായ, യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. യുണീക്നെസ്. അപ്പൊ അതിലെ 9ാമത്തെ പോയിന്റ് കർത്താവിന്റെ താഴ്മ. അത് യോഹന്നാൻ 13-ാം അധ്യായം എക്സാമ്പിളിലാണ്. എന്താ യോഹന്നാൻ 13-ാം അധ്യായത്തിലുള്ളത്? കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. അതൊരു മാതൃക കർത്താവ് കാണിച്ചു തന്നതാണ്. ഗുരുവും ദൈവവുമായ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു. അതവർക്കൊരു പുതിയ അനുഭവമായിരുന്നു. ലോകത്തിന്റെ ക്രമം എന്താന്ന് ചോദിച്ചാൽ നേതാക്കന്മാരുടെ കാല് അനുയായികൾ കഴുകുക, നേതാക്കന്മാരുടെ കാല് അനുയായികൾ മുത്തുക. ഇതൊക്കെയാണ് ലോകത്തിന്റെ ക്രമം. അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. എന്നാൽ കർത്താവ് അതിൽ നിന്ന് വ്യത്യസ്തനായി തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് താന് ശുശ്രൂഷിക്കാൻ വന്നതാണ്. ശുശ്രൂഷിക്കപ്പെടാനല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നവനാണ് എന്ന ആ കാര്യം ജനതയെ പഠിപ്പിച്ചു. ഓക്കെ, കർത്താവിന്റെ താഴ്മയെ കുറിച്ച് പറയുമ്പോൾ അതൊരു അതുല്യമായ പ്രത്യേകതയാണ്. നിങ്ങൾ ഒരു പക്ഷെ കേട്ട് കാണും, ലോകത്തിന്റെ വെളിച്ചം എന്നറിയപ്പെടുന്ന, ഏഷ്യയുടെ വെളിച്ചം. എത്ര പേര് കേട്ടിട്ടുണ്ട്? PSC ക്വസ്റ്റ്യനൊക്കെ വരുന്ന ചോദ്യമാണത്. ഏഷ്യയുടെ വെളിച്ചം. നമുക്കറിയാം, ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും വെളിച്ചം പ്രകാശിപ്പിക്കുന്ന ആളുകളെ ലോകം മാനിക്കും. ഏഷ്യയുടെ വെളിച്ചം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനെയാണ്. ബുദ്ധനാണ് ഏഷ്യയുടെ വെളിച്ചം. ബുദ്ധനെ അങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ. ബുദ്ധനെ കുറിച്ചുള്ള ചരിത്ര രേഖകളില് ഇങ്ങനെയാണ് പറയുന്നത്. ബുദ്ധന് സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുൻ പേര്. സിദ്ധാർത്ഥ രാജകുമാരൻ. അദ്ദേഹത്തിന് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. അടുത്ത കിരീടാവകാശിയാണ്. രാജ്യം അദ്ദേഹത്തിന് ലഭിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ ലോകത്തിന്റെ ദുരിതവും ദുഃഖവും, അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രോഗം, പട്ടിണി,
ലോകം മുഴുവൻ അങ്ങനെ ആയിരിക്കുന്ന കാലത്ത് ലോകത്തിന്റെ ദുരിതം കണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയാകാൻ തീരുമാനിച്ച വ്യക്തിയാണ് ശ്രീബുദ്ധൻ. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു, ലോകമോഹങ്ങളെല്ലാം ഉപേക്ഷിച്ചു. അതുകൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാപരിത്യാഗം എന്നാണ് ആ വാക്കിനെ പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ചു. എല്ലാം എന്ന് പറഞ്ഞാൽ എന്താ? രാജസ്ഥാനം ഉപേക്ഷിച്ചു. ആര്? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനല്ല, സിദ്ധാർത്ഥ രാജകുമാരൻ തന്റെ രാജസ്ഥാനം ഉപേക്ഷിച്ചു. സിദ്ധാർത്ഥ രാജകുമാരൻ. അതുകൊണ്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ദ ഗ്രേറ്റ് റെനൺസിയേഷൻ, മഹാപരിത്യാഗം എന്നാണ് ആ പ്രയോഗം അറിയപ്പെടുന്നത്. രാജസ്ഥാനം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാലോ വലിയ കാര്യമാണ്. അതുകൊണ്ട് ലോകത്ത് ബുധനെ വിളിച്ചു ഏഷ്യയുടെ വെളിച്ചം. അതാണ് PSC പരീക്ഷയ്ക്ക് നമ്മൾ ഏഷ്യയുടെ വെളിച്ചം ആണ്, അല്ലെങ്കിൽ മഹാപരിത്യാഗം നടത്തിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ശ്രീബുദ്ധൻ എന്നാണ്. എന്നാലേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ലോകത്തിലെ യഥാർത്ഥ പരിത്യാഗം, ദ ഗ്രേറ്റ് റെനൺസിയേഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കാണ് മറുപടി. അതാരാ? കർത്താവായ യേശു ക്രിസ്തു. എന്താ അങ്ങനെ പറയാൻ കാരണം? രാജസ്ഥാനം ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവമായിരുന്നവൻ ആ സ്ഥാനം വേണ്ടാന്ന് വെച്ച് അത് മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യരൂപമെടുത്തു ഭൂമിയിലേക്ക് വന്നു. അതാണ് യേശു ക്രിസ്തു. ഒരു രാജസ്ഥാനം ഉപേക്ഷിക്കുന്ന പോലെയല്ല, ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്നു. അപ്പൊ ഏതാ? നിങ്ങൾ പറ, ഏതാ വലിയ പരിത്യാഗം? ഏതാ ഏറ്റവും വലിയ പരിത്യാഗം? ഏതാ ഏറ്റവും വലിയ റിനൺസിയേഷൻ എന്നാണ് ആ വാക്ക് ഇംഗ്ലീഷ് പറയുന്നത്. ദ ഗ്രേറ്റ് റിനൺസിയേഷൻ. കർത്താവിന്റെ ആ താഴ്മ, അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഇന്ന് ആത്മീയ ലോകത്തിലെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറഞ്ഞാല് നമ്മള് ഈ കസേരയ്ക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് സുവിശേഷകരും ആത്മീയരും ചിലരെങ്കിലും പ്രവർത്തിക്കുന്നത്. അത് കർത്താവ് പഠിപ്പിച്ച ആ മാതൃകയ്ക്ക് വിരുദ്ധമാണ്. ഗ്രേറ്റ് റിനൺസിയേഷൻ കേട്ടോ. അപ്പം ഫിലിപ്പിയർ ലേഖനം 2:5 നിങ്ങൾ വായിച്ചാൽ അറിയാം, അല്ലെങ്കിൽ 2-ാം അധ്യായം മുഴുവൻ, ഫിലിപ്പിയർ 2 അധ്യായം മുഴുവൻ കർത്താവിന്റെ ത്യാഗത്തെക്കുറിച്ച്, ദൈവ സ്വരൂപത്തിലിരിക്കെ അത് മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, തന്നെത്താൻ താഴ്ത്തി, കുരിശിലെ മരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിച്ചവനാണ് യേശു ക്രിസ്തു. 2:5 അതിന്റെ മൂലവാക്യമായിട്ട് ഞാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. 2:5 പിന്നെ ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു പ്രസംഗ വിഷയമാണ്. നമ്മൾ ഈ വിഷയങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞു വിടുന്നത്. ക്രിസ്തുയേശുവിനുള്ള ഭാവം എന്ന് പറഞ്ഞ ബി ദ മൈൻഡ് ഓഫ് ജീസസ് ഇൻ യു, കർത്താവിന്റെ ആ മനസ്സ് നിങ്ങളിലും ഉണ്ടാകട്ടെ. അതാണ് നമ്മൾ താഴ്മ എന്ന ഭാഗത്ത് വായിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. 10 നിസ്തുല്യനായ ക്രിസ്താവിനെ കുറിച്ച് പറയുമ്പോൾ 10ാമത്തെ കാര്യം, കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിരുന്നു. പൂർണ്ണമായും ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ. ഓക്കെ, വിശദീകരിക്കേണ്ടതുള്ള അതൊരു ഉപദേശ വിഷയം ആണ്, വിശദീകരിക്കുന്നില്ല. അതിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് ആരാധ്യനാണ്, ദൈവമായിരുന്നവനാണ്, ദൈവമായവനാണ്. അതാണ് തെളിവേതാണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. പിന്നെ എടുത്തു പറയുന്നത് എന്താ? വചനം ദൈവമായിരുന്നു. അപ്പം ആദിയിൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്നാണോ, അതാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച്, എന്നാണോ പ്രപഞ്ചത്തിന് ദൈവം രൂപം കൊടുത്ത അന്ന്, അല്ലെങ്കിൽ അനാദി മുതലേ ദൈവം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. ദൈവം ഉണ്ടായ വസ്തുവിനാണ് ഉണ്ടായിരുന്നെന്നും ഉണ്ടാകുന്നൊക്കെ പറയുന്നത്. ദൈവം ഉണ്ടായവനോ ഒന്നുമല്ല, സ്വയം ഭൂവോ ഒന്നുമല്ല. അത് ഹൈന്ദവ വിശ്വാസമാണ്. സ്വയം ഭൂ എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടായി. അത് കർത്താവിനെ ദൈവത്തെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് അങ്ങനെ ഉണ്ടാകുന്ന ആളല്ല, ഇല്ലാത്ത ഒരു കാര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഒരിക്കലും പറഞ്ഞേക്കരുത്, ആരെങ്കിലും ചോദിക്കുമ്പോൾ ദൈവം സ്വയം ഉണ്ടായതായതൊന്നും പറഞ്ഞേക്കരുതേ. ദൈവം ഉണ്ടായതൊന്നുമല്ല, ഉണ്ടായിരുന്ന ഒരു വസ്തുവിന് എന്തിനാ ഉണ്ടാകുന്നേ? വസ്തുവല്ല, ഒരു വ്യക്തി. അപ്പോ കർത്താവ് ആരാധനയ്ക്കർഹനാണ്. അത് നമുക്ക് ദൈവനെ വെച്ചാൽ മറ്റൊരു ദിവസം ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കണം. ഏത്? കർത്താവിന്റെ ദൈവത്വവും മനുഷ്യത്വവും.
അത് വിശദമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും സംശയം ചോദിക്കുന്നതാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമ്മുടെ മക്കൾക്ക് ബൈബിൾ വായനയൊന്നും ഇല്ലെന്ന് തന്നെ പറയാലോ. ഞാൻ സത്യം ചിലതൊക്കെ വിളിച്ച് പറയുമ്പോൾ പണങ്ങരുത് എന്നോട്. നമ്മുടെ മക്കള് പൊതുവില് അവർ നമ്മളെ കാണിക്കാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ കുറച്ച് വായിക്കുകയൊക്കെ ചെയ്യും എന്നല്ലാതെ പഠിക്കാൻ വേണ്ടി ബൈബിൾ വായന നമ്മുടെ മക്കൾക്ക് ഇല്ല എന്നുള്ളത് എൻ്റെ മകനടക്കം അങ്ങനെയാ കേട്ടോ. അതുകൊണ്ടാ പറയുന്നത്, ധൈര്യമായിട്ട് പറയുന്നത്. നമ്മൾ ഞായറാഴ്ച പോകുമ്പോൾ വന്ന് ബൈബിൾ തുറക്കുമെന്നല്ലാതെ അവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയോ പഠിക്കാൻ വേണ്ടിയോ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയോ ഒരിക്കലെങ്കിലും നമ്മുടെ മക്കള് ബൈബിൾ തുറക്കുന്ന നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെ അങ്ങനെ മക്കളുള്ളവര് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് കാര്യം അതവിടേക്കും. അപ്പൊ കർത്താവ് ആരാധ്യനാണ്, ആരാധിക്കപ്പെട്ടവനാണ്. ഭൂമിയിലായിരുന്നപ്പോഴും കർത്താവിനെ ആരാധിച്ചു. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ മലയാളം ബൈബിളില്, അതായത് കിങ് ജെയിംസ് വേർഷനില് കർത്താവിനെ നമസ്കരിച്ചു, ശിഷ്യന്മാർ അവനെ നമസ്കരിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് എടുത്ത് നോക്കിയാൽ അറിയാം ആരാധിച്ചു എന്ന് തന്നെയാണ്. അതായത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്, വർഷിപ്പ്ഡ്. അതിനുള്ള വാക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസ്കുനിയോ എന്ന ഗ്രീക്ക് വാക്കാണ് ബൈബിൾ പുതിയ നിയമത്തിലുടനീളം ആരാധിച്ചു എന്ന് തന്നെയാണ്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും കർത്താവിനെ ആരാധിച്ചു എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ വിശദമായി പഠിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ വേറൊരു ദിവസം അതിനായിട്ട് എടുക്കും, കർത്താവിന്റെ ദൈവത്വവും മനുഷ്യത്വവും. ഓക്കെ, അത് 10ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മളങ്ങ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി 11 കർത്താവ്, അതായത് കർത്താവായ യേശു ക്രിസ്തു അതുല്യനായ ഗുരുവാണ്. അതുല്യനായ ഗുരു, നിസ്തുല്യനായ ഗുരു, വിശ്വഗുരുവാണ്. വിശ്വഗുരു, ആ പ്രയോഗം നമ്മൾ കേട്ട് കാണും. ലോകമെങ്ങും ഗുരുവായിട്ട് ആരാധിക്കാൻ പറ്റിയ, ലോകമെങ്ങും മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഗുരു എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, വിദ്യ പകരുന്ന വ്യക്തി. ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ പ്രപഞ്ചത്തിൽ, മനുഷ്യനായി പറന്നവരില്. വേണ്ട, നമ്മള് മനുഷ്യന്റെ ചരിത്രത്തില് വിശ്വഗുരു, നമുക്കറിയാം ആദ്യ കാലങ്ങളിലൊക്കെ ഏറ്റവും വലിയ പണ്ഡിതന്മാരും അറിവുള്ളവരും ഒക്കെ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് സോക്രട്ടീസ്. കിട്ടുകയാണ് നിങ്ങൾ സോക്രട്ടീസ്, ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകൻ സോക്രട്ടീസ്. സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലേറ്റോ. പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. നിങ്ങൾ കേട്ടാണ് അരിസ്റ്റോട്ടിൽ. ഇവരൊക്കെ ജീവിച്ചിരുന്നത് കർത്താവ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ലോകം അറിയപ്പെടുന്ന പണ്ഡിതരാണ് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാണ് നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി. അപ്പൊ ഇവരൊക്കെ വലിയ ചിന്തകരും അറിവുള്ളവരുമായിട്ട് കണക്കാക്കപ്പെടുന്നുവെങ്കിലും അവരുടെയൊക്കെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം വിശ്വഗുരു ഒന്നുമല്ല അവർ. ആ കാലഘട്ടത്തിൽ അവർ ഗുരുക്കന്മാരായിരുന്നു, ആ കാലഘട്ടത്തിലെ പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വിശ്വഗുരു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതിന് തെളിവേതാ? മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ, ഈ പ്രഭാഷണ അധ്യായങ്ങൾ. അപ്പൊ ഞാന് എൻ്റെ സഹോദരങ്ങളോട് പറയാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങള് വിശേഷങ്ങളിൽ നിന്ന് പ്രസംഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയ നിയമം ഉപയോഗിക്കേണ്ട എന്നല്ല, എങ്കിലും അമിതമായ പ്രാധാന്യം പഴയ നിയമത്തിലെ യുദ്ധങ്ങൾക്കും കഥകൾക്കും സ്ത്രീ വിഷയങ്ങൾക്കൊക്കെ കൊടുക്കാതെ പുതിയ നിയമത്തിലെ ഞായറാഴ്ചകൾ ആരാധനയില് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പുതിയ നിയമത്തിലാണ്. അതും പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എസ്തേറോ രൂത്തോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതൊക്കെ സഹോദരിമാരുടെ മീറ്റിങ്ങുകളിൽ വിശ്വാസികളായ നമുക്ക് പറയാം. പൊതുജനങ്ങളുടെ മധ്യത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് കർത്താവിന്റെ ഗിരിപ്രഭാഷണവും പുതിയ നിയമത്തിലെ ഉപദേശങ്ങളും ആണ്. അപ്പോ വിശ്വഗുരു എന്നാണ്. വിശ്വഗുരുവിന്റെ പ്രത്യേകത എന്താണ്? അത് നിങ്ങൾ കേട്ട് കാണാൻ അറിയാം. നമ്മുടെയൊക്കെ പലരുടെയും പ്രസംഗത്തില് വലിയ യമണ്ടൻ പദങ്ങളും വാക്കുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ആളുകളുടെ പ്രസംഗത്തിന്റെ പല പദപ്രയോഗങ്ങളും നമുക്ക് മാത്രം മനസ്സിലാകുന്നതാണ്. പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ വലിയ വലിയ ആളുകൾ പറയുന്ന നിങ്ങൾ കേട്ട് കാണും, വളരെ ലളിതമായ വാക്കുകളെ വലിയ ആളുകൾ ഉപയോഗിക്കുന്നു. ഇപ്പം മനുഷ്യരിലേക്ക് വരാം. പിന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുള്ളവർക്കറിയാം. വളരെ ലളിതമായി 5ാം ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം വലിയ ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ പറയുന്നത്. മഹാന്മാരുടെ ഒരു ലക്ഷണം അതാണ് കേട്ടോ. സിമ്പിൾ ആയിരിക്കും, എന്നാൽ അത് ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് പ്രവേശിക്കും. അങ്ങനെയൊക്കെ പറയാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണ്.
ചില ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ബുദ്ധിമുട്ടേറിയ വിഷയം പഠിപ്പിക്കണമെങ്കിൽ ലളിതമായി പഠിപ്പിക്കാൻ അറിയണം. അപ്പൊ ഒരു അധ്യാപകന്റെ യോഗ്യതയുടെ പ്രധാനം എന്ന് പറയുന്നത് അയാൾക്ക് PhD ഉണ്ടോ എന്നുള്ളതല്ല. അത് ജോലി കിട്ടാൻ അത് ഒരു കാരണമായേക്കും. കുട്ടികൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളെ അവർ സ്നേഹിക്കത്തുള്ളൂ, അവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മലയാള അധ്യാപകരെയും സാമൂഹ്യ പാഠ അധ്യാപകരെയും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വലിയ സ്നേഹവും, കണക്ക് അധ്യാപകരും മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നവരോട് കുഞ്ഞുങ്ങൾക്ക് ദേഷ്യവും വരാനുള്ള കാരണം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന എല്ലാവരെയും നമ്മുടെ മക്കൾ സ്നേഹിക്കും. അതുപോലെ സൺഡേ സ്കൂളിലും നമ്മുടെ ചർച്ചുകളിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ലളിതമായി കർത്താവ് പഠിപ്പിച്ചത് പറഞ്ഞ് കൊടുക്കണം കേട്ടോ. ഒന്ന് രണ്ട് എക്സാമ്പിൾ എഴുതിക്കോ. യോഹന്നാൻ 7:46, യോഹന്നാൻ 7:46, മത്തായി 13:34. ഒന്നും ഇപ്പൊ വായിക്കാൻ നമുക്ക് സമയമില്ല. 13:34, ലൂക്കോസ് 2:47 മുതലായവ. ഇനി കർത്താവ് പഠിപ്പിച്ച ആ ലളിതമായി വിശ്വഗുരുവാണെന്നുള്ളതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ ആ ഉപമകൾ, കർത്താവ് പഠിപ്പിച്ച ഉപമകൾ മാത്രം ഒന്ന് എഴുതിക്കൂ. ഒന്ന്, നല്ല ശമരിയക്കാരൻ. നല്ല ശമരിയക്കാരനെ കുറിച്ചുള്ള ഉപമ നമുക്കറിയാം. ഈ രാശിക്കാരൊക്കെ പ്രസംഗിക്കുമ്പോ അവര് പോലും, അക്രൈസ്തവരായ ആളുകൾ പോലും എടുത്ത് പ്രയോഗിക്കുന്ന ഉപമ എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തു പഠിപ്പിച്ച ഉപമകളാണ്. ഞാൻ ഈ സെക്കുലർ മേഖലയിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ PTA മീറ്റിങ്ങിനും അതുപോലെ തന്നെ ഒക്കെ പോകാറുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ക്ലാസിന്റെ ഇടയിൽ കർത്താവ് പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കും. മഹാന്മാരെല്ലാം വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, നമ്മൾ പൊതുജന മധ്യത്തിൽ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് സുവിശേഷം അവരോട് പറയാൻ പറ്റത്തില്ല. യേശുവിനെ നിങ്ങൾ രക്ഷിതാവാം ദൈവമായി സ്വീകരിക്കണമെന്ന് നമുക്ക് സ്റ്റേജിൽ കയറി കൗൺസിലിംഗ് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ അതെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പകരം നമുക്ക് പറയാം, യേശു പഠിപ്പിച്ച ഈ ഉപമകൾ പറയാം. അപ്പൊ അവർ യേശുവിനെ കുറിച്ച് താല്പര്യം അവർക്കുണ്ടാകാൻ വേണ്ടി. ഞാൻ ഉദാഹരണം, അങ്ങനെ ഒരു ഉദാഹരണമാണ് നല്ല ശമരിയക്കാരൻ. ആരാണ് നല്ല സ്നേഹിതൻ എന്ന് ഉള്ള ചോദ്യത്തിന് മറുപടി, നല്ല ശമരിയക്കാരൻ. കണ്ടോ, ആപത്ത് സമയത്ത് സ്നേഹിച്ചവൻ, തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടം പരിഗണിക്കാതെ വേറൊരാളെ സ്നേഹിച്ചതിന് നല്ലൊരു ഉപമ പറഞ്ഞു, നല്ല ശമരിയക്കാരൻ. അതുപോലെ തന്നെ അത് നല്ല ശമരിയക്കാരന്റെ ഉപമ ഓർത്തിരുന്നോ? രണ്ടാമത്തെ ഉപമ മുടിയൻ പുത്രൻ. മുടിയൻ പുത്രൻ എന്ന വാക്കില്ലെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്നതെന്ന് പറയുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15, മുടിയൻ പുത്രൻ. എന്താ അത് നമ്മളെ പഠിപ്പിക്കുന്നത്? മുടിയൻ പുത്രന്റെ ഉപമയിൽ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? മുടിയൻ പുത്രന്റെ ഉപമയിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര കർത്താവിൽ നിന്ന് അകന്നുപോയവനും പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നാൽ ഒരപ്പൻ മകനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കും എന്നുള്ളതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. കാരണം കാത്തിരിക്കുന്ന പിതാവ്. ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ആത്മീയ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കേണ്ട വിഷയം. അതാണ്. എന്താ, പിന്മാറ്റക്കാർ മടങ്ങി വരണമേ എന്നും പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും പിന്മാറ്റക്കാരനെ സ്വീകരിക്കാൻ നമുക്ക് മനസ്സില്ല. ആ പ്രയോഗം തന്നെ പാടില്ലെന്നാണ് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ദേവദാസന്മാരോട് പറയാറുണ്ട്. നിങ്ങൾ ഒരിക്കലും പിന്മാറ്റക്കാരൻ എന്ന് പറഞ്ഞ ആളുകളെ മാറ്റി നിർത്തരുത്. ആരെങ്കിലും നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് നല്ല ആത്മീയമായി സന്തോഷിച്ചു പോവുകയും അയാൾ പിന്മാറിപ്പോയെങ്കിൽ അതിന്റെ കാരണം കൂടെയുള്ള വിശ്വാസികളും ആ പാസ്റ്ററുമാണ്. കൂടെയുള്ള വിശ്വാസികളും പാസ്റ്ററുമാണ് ആ കാരണക്കാരൻ. പിന്നെ അവരെ പിന്മാറക്കാരൻ അല്ല, പിന്നെ എന്ത് കാരണം കൊണ്ട് അവർ പോയത്? അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും നമ്മൾ കൊടുക്കാത്തത് കൊണ്ടല്ലേ അവർ പിന്മാറിപ്പോയേ. ഇനി അഥവാ അവരങ്ങനെ പോയി, അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു കടമയാകണം. കാരണം അതിനാണ് ആ മുടിയൻപുത്രന്റെ ഇത് പറഞ്ഞത്. അവൻ അപ്പന്റെ വീതവും വാങ്ങി പോയിട്ട് പിന്നെ ദൂർത്തടിച്ച് കളഞ്ഞിട്ട് മോശമായി ജീവിച്ചിട്ട് അവൻ തിരിച്ചു വരുമോന്നും ഉമ്മർത്ത് കാത്തിരിക്കുന്ന ഒരു പിതാവ്. അതേപോലെ സ്വർഗത്തിലെ ദൈവം പശ്ചാത്തപിച്ച് മടങ്ങി വരുന്ന വ്യക്തിയെ സ്വീകരിക്കണം. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്നത് ആലങ്കാരിക പ്രയോഗമാ. ക്രൈസ്തവ വിശ്വാസികൾക്ക് അതില്ല കേട്ടോ. എത്ര പുകഞ്ഞതിനെയും
അത് ഒടിച്ചു കളയാത്ത, പുകയുന്ന ഓട ഒടിച്ചു കളയാത്ത കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പുകഞ്ഞ കൊള്ളി പുറത്തെന്നും പറഞ്ഞ് നമ്മുടെ ചർച്ചിലെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തിയെ നമ്മൾ എടുത്ത് വലിച്ചങ്ങോട്ട് എറിയുകയല്ല. അവരെ ചേർത്ത് പിടിക്കണം, അവരെ ഊതി കത്തിക്കണം. പുകച്ചോണ്ടിരിക്കാനല്ല. അങ്ങനെ പുകച്ചോണ്ടിരിക്കുന്നതിന്റെ കാരണം നമ്മളാണ്, സഭ നടത്തുന്നവരാണ്, കൂടെയുള്ളവരാ. അപ്പോ ഓർത്തിരിക്കേണ്ട കാര്യം, കർത്താവ് പഠിപ്പിച്ച ഉപമ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ശമരിയക്കാരൻ എന്നുള്ള വലിയ ഉപമ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തിരിക്കുക. നല്ല ശമരിയക്കാരൻ. പിന്നെ മുടിയൻ പുത്രൻ. ആ മുടിയൻ പുത്രനിലെ ഒരു പ്രയോഗം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ കേട്ടോ. 15-ാം അധ്യായം ലൂക്കോസ്, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോൾ അവന് സുബോധം വന്നു. 15:17 അതിന്റെ ഓർമ്മ. അപ്പോൾ അവന് സുബോധം വന്നു. എപ്പോൾ? ചോദ്യം, എപ്പോൾ അസുബോധം വന്നേ? പന്നിക്ക് കൊടുക്കുന്ന വാളവര പോലും തനിക്ക് കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് ബോധ്യമായി. അവൻ എഴുന്നേറ്റ് മടങ്ങി വന്നപ്പോൾ അപ്പൻ 2 കൈയും നീട്ടി അവനെ സ്വീകരിച്ചു. ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരനാണ് ഈ ഉള്ളവൻ. ഒരു സഭയിൽ ഒരു ചെറിയ കൂട്ടായ്മയിലെ ആകെ 10-15 വീട്ടുകാരേ ഉള്ളൂ. ആ കൂട്ടായ്മയിലെ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു 5-6 മാസങ്ങളായി, വലിയ ചർച്ചയൊന്നുമല്ല, അവിടെ ഒരു സഹോദരൻ കുറച്ചു കാലത്തേക്ക് സഭയിൽ നിന്നും മാറി നിന്നു. പിന്നെ ആ സഹോദരൻ വന്നപ്പോൾ അദ്ദേഹത്തെ എടുക്കരുതെന്നൊരു കൂട്ടർ, എടുക്കണമെന്നൊരു കൂട്ടർ. നോക്കി, ആ സഭയിലെ പിണക്കത്തിന്റെ കാര്യം എന്നാന്നറിയാവോ? തങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് പോയ ഒരു സഹോദരൻ മടങ്ങി വന്നപ്പോ എടുക്കരുതെന്നും പറഞ്ഞ് പകുതി സഭ വീട്ടുകാർ, പുള്ളിയെ എടുത്താൽ ഞങ്ങളെ വിട്ടുപോകും എന്ന് പറഞ്ഞ് കുറച്ചു കൂട്ടർ. അപ്പൊ കുറച്ചു കൂട്ടർ പറയുന്നു കർത്താവ് പഠിപ്പിച്ച പാഠം അവരെ സ്വീകരിക്കണമെന്നാൽ എടുക്കണമെന്ന് വേറൊരു കൂട്ടർ, എടുത്താൽ ഞങ്ങൾ പോകുന്നു വേറൊരു കൂട്ടർ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ ഈ തിരുവചനവുമായിട്ട് നിൽക്കുന്ന നമുക്ക്, ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടായ്മയിൽ അവന് തെറ്റ് സംഭവിച്ചു എന്നും പറഞ്ഞ് മടങ്ങി വന്നപ്പോ 2 കൈയും നീട്ടി സ്വീകരിച്ച്, എന്ത് വലിയ തെറ്റ് ചെയ്താലും സ്വീകരിക്കേണ്ടവരാ നമ്മൾ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കർത്താവിന്റെ ആളുകളാന്ന് പറയരുത്. നമ്മൾ മറ്റു ലോകക്കാരെ പോലെ ഒരു പ്രസ്ഥാനം കൊണ്ടുനടക്കുന്ന, ഒരു സംഘടന കൊണ്ടുനടക്കുന്നല്ലാതെ സഭയെന്നതിന് പറയാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് പഠിപ്പിച്ച ഉപമകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 3-ാമത്തെ ഉപമയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. 1 നല്ല ശമരിയക്കാരൻ, 2 മുടിയൻപുത്രന്റെ ഉപമ, 3 നഷ്ടപ്പെട്ട ആട്. 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ 1 നഷ്ടപ്പെട്ടു. ഇതൊക്കെ എത്ര വലിയ ആഴമേറിയ ഉപമയാ കർത്താവ് പഠിപ്പിക്കുന്നത്. 100 ആടിൽ 1 നഷ്ടപ്പെട്ടെങ്കിൽ 99-നെയും വിട്ടേച്ച് ആ 1-നെ തേടിപ്പോകുന്നാ പറഞ്ഞേ. ഇപ്പൊ സുവിശേഷകരായ നമ്മള് നമ്മുടെ കൂടെയുള്ള വിശ്വാസികളെ എല്ലാം പരിപാലിക്കുകയും അവരെ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ ചൊല്ലി നമ്മുടെ ഹൃദയം കലങ്ങണം. നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിൽ നിന്ന്, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് പോയ ഒരു വ്യക്തിയുടെ ഉദ്ദേശമല്ല. ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ അനേക 1000 കോടിക്കണക്കിന് ജനങ്ങൾ നഷ്ടപ്പെട്ടു പോയവരായി പുറത്തുണ്ട്. ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ, അതാണ് സുവിശേഷത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, നമുക്കറിയാം, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവര്, ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുപോയോ, എന്നാ പറ്റി, ഒന്ന് പറയാറുന്നല്ലോ. എന്നാൽ അവരുടെ വിഷമങ്ങൾ നമ്മൾ അന്വേഷിച്ചില്ല, കണ്ടെത്തിയില്ല, അവരെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ല എന്നുള്ള വാസ്തവം. ഒരു മനുഷ്യനും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യത്തില്ല. അവന്റെ ഹൃദയം താങ്ങാൻ കഴിയാത്ത വിധത്തിൽ വിഷമവും വേദനയും ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മളോട് പറഞ്ഞിട്ടല്ല അവരങ്ങനെ ചെയ്യുന്നത്, പക്ഷെ സൂചനകൾ നമുക്ക് തരും. അപ്പം നഷ്ടപ്പെട്ടു പോയ ഒരാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് പറഞ്ഞ 3 ഉപമയും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ 3 സന്ദേശങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, സഭയിൽ പഠിപ്പിക്കണം, പ്രസംഗിക്കണം. വളരെ ലളിതമായാണല്ലോ കർത്താവ് പറഞ്ഞത്. ഓക്കെ, അപ്പം അതുല്യനായ ഗുരുവാണ്. വിശ്വഗുരു എന്ന് പറഞ്ഞാൽ ആരെ ഉണ്ട് ലോകത്തിൽ നിന്ന് ചോദിച്ചാൽ ഒരൊറ്റ വ്യക്തിയെ ഉള്ളു, കർത്താവായ യേശു ക്രിസ്തുവാണ് വിശ്വഗുരു. 12 മോശയേക്കാൾ വലിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. യഹൂദന്മാർക്ക് മോശ ഏറ്റവും വലിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ അബ്രഹാം. എന്നാൽ കർത്താവ് അബ്രഹാമിനേക്കാളും മോശയെക്കാളും വലിയവനാണ്. വിശദീകരിക്കുന്നില്ല, 1-2 വാക്യം മാത്രം എഴുതിക്കും. മത്തായി 9:4-5,
മത്തായി 9:4-5, ഉൽപ്പത്തി 2:24. അല്ല, അത് വേണമെന്നില്ല, അത് വേണ്ട. മത്തായി 9:4-5, മത്തായി 5:17, മത്തായി 5:17, ആവർത്തന പുസ്തകം 18, ആവർത്തനം 18 15 മുതൽ 19 വരെ. ആ ഭാഗത്താ പറയുന്നത്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്ന വേദഭാഗമാണ്. അപ്പൊ കർത്താവ് മോശയേക്കാൾ വലിയവനാണ്. 13, ഏത് കാലത്തും ഏത് ദേശത്തും മാതൃകാപുരുഷൻ. മാതൃക ദൈവം എന്ന നിലയ്ക്കല്ല, മനുഷ്യൻ എന്ന നിലയ്ക്ക്. ദൈവം മാതൃക എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ലല്ലോ. മനുഷ്യൻ എന്ന നിലയ്ക്ക് കർത്താവാണ് ഏറ്റവും വലിയ മാതൃക. ഏത് കാര്യത്തിനും അദ്ദേഹം കർത്താവാണ് മാതൃക. ഇപ്പം ചിലർ ചോദിക്കും, നമ്മുടെ സഹോദര മതങ്ങളിൽപ്പെട്ടവരൊക്കെ ചോദിക്കും ചിലപ്പം, യേശു കർത്താവ് ദൈവമാണോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കും. അപ്പം കുഞ്ഞുങ്ങൾ പറയാതെ അങ്ങനെ പിന്നെ എന്തിനാണ് യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച്? നമ്മളെ കുഞ്ഞുങ്ങളെ ഈ ന്യൂജൻ കൂട്ടങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ നിരീശ്വരവാദികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വട്ടം വെക്കും. മറ്റ് മതക്കാർ ചോദിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും. അതിലൊരു പ്രധാന വിഷയമാണ്, നിങ്ങൾ കർത്താവ് യേശു നിങ്ങളുടെ ദൈവം ആരാ? അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായി പറയും യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് എന്തിനാ? ദൈവം പ്രാർത്ഥിക്കുമോ? ദൈവം വേറെ ആരുടെങ്കിലും പ്രാർത്ഥിക്കുമോ? കഴിഞ്ഞില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ വാ പൊളിച്ചു പോകും. അപ്പൊ അവരുടെ ആ അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വാധീനിക്കപ്പെടും. യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ എന്തിനാ വേറൊരാളോട് ദൈവം എന്തിനാ വേറൊരാളോട് പ്രാർത്ഥിച്ചെന്നുള്ള അടിസ്ഥാന ചോദ്യം വളരെ സിമ്പിളായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി കൊടുക്കണമെന്നാണ്. ഇപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ മുതലേ പറഞ്ഞ് പഠിപ്പിക്കണം. 4, 5 സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ 33.5 വർഷവും മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചത്. അങ്ങനെ ജീവിച്ചപ്പോ കർത്താവ് പ്രാർത്ഥിച്ചു, തന്റെ അവസാന നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചു, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെന്തിനാ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുമോ കുഞ്ഞുങ്ങൾ? അല്ലെങ്കിൽ ലോകക്കാര് നമ്മോട് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു എന്തിനും ഏതിനും നമുക്ക് മാതൃകയാണ്. അതാണ് എന്റെ മറുപടി. മനസ്സിലായോ? ഏത് കാര്യത്തിനും കർത്താവാണ് മാതൃക നമുക്ക്. അപ്പോ പ്രതിസന്ധികൾ, വേദനാ സമയങ്ങളില് തന്റെ കാലിലേക്ക് കാരിലും ബാണിയും അടിച്ചു കയറ്റിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മാതൃക. ഏറ്റവും വേദനാജനകമായ സന്ദർഭത്തിലും പ്രാർത്ഥിക്കുക ചെയ്തത്. ആരെയും ചീത്ത പറഞ്ഞില്ല, നിലവിളിച്ചില്ല, ആരുടെയും തന്തയ്ക്ക് വിളിച്ചില്ല, ആരെയും ശപിച്ചില്ല, പകരം അതെല്ലാം സഹിച്ചു. അതെല്ലാം നമുക്ക് മാതൃക കാണിക്കേണ്ടതിനും കൂടിയാണ് പ്രാർത്ഥിച്ചത്. ഓക്കെ, അതാ മറുപടി. കർത്താവ് എല്ലാത്തിനും മാതൃകയാണ്. അപ്പൊ എത്രാമത്തെ നമ്മൾ പറഞ്ഞേ? 13. ഏത് കാലത്ത് യു എസ് എ ചെല്ലുമ്പോ ഇതേ കർത്താവിനെ, ഇതേ ബൈബിള് നമുക്ക് പ്രസംഗിക്കാം. ആഫ്രിക്കയില് ഇതേ കർത്താവിനെ ഇതേ ബൈബിൾ വെച്ച് നമുക്ക് പ്രസംഗിക്കാം. എന്താ കാരണം? കാലത്തിനോ ദേശത്തിനോ ഭാഷയ്ക്കോ വർഗത്തിനോ വർണ്ണത്തിനോ ഒരു സംസ്കാരത്തിനോ കർത്താവിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഏറ്റവും പ്രാകൃതമായ ഗോത്ര സംസ്കാരങ്ങളിൽ പോയി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാം. കാരണം അവർക്കും കേൾക്കാവുന്നതാണ്, അവർക്കും മനസ്സിലാക്കാവുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പീര്. ഏത് കാലത്തും യൂറോപ്പിലും ആഫ്രിക്കയിലും നമ്മുടെ ഇന്ത്യയിലും അതുകൊണ്ടാണ് കർത്താവിനെ പ്രസംഗിക്കുന്നത്. അനേക ആളുകൾ നമുക്കറിയാം കർത്താവ് ശരിക്കുള്ള യേശുക്രിസ്തു ആരാണെന്ന് അറിഞ്ഞാല് ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും ആയിരങ്ങൾ 10,000 വിശ്വാസത്തിലേക്ക് വരും. യേശുക്രിസ്തുവിനെ ശരിക്കും ആരെന്ന് മനസ്സിലാക്കാൻ. അതാണ് സുവിശേഷ വിരോധികൾക്ക് വലിയ പ്രതിസന്ധി. യേശുവിന്റെ ആ വ്യക്തിത്വം പ്രസംഗിക്കുന്നത് അനേകര് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? അങ്ങനെ പ്രസംഗിച്ചാൽ അവരുള്ള അന്ധവിശ്വാസങ്ങൾ മാറ്റി വെച്ചിട്ട് യേശുവിലേക്ക് വരും ആളുകൾ. കർത്താവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ യേശുവിലേക്ക് വരും. പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും നമ്മളെ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഈ വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് ഫാമിലി നമുക്ക് എടുക്കാം. അപ്പം പല ഒരു അടിസ്ഥാന കാരണം
ഭാര്യയ്ക്ക് 10-20 കൊല്ലം ഒന്നിച്ച് ജീവിച്ചാലും ഭർത്താവ് ആരാണെന്ന് മനസ്സിലാക്കത്തില്ല ചിലർ. തിരിച്ചു തന്റെ ജീവിത പങ്കാളിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ് പലർക്കും. കർത്താവിനെ യഥാർത്ഥമായി കർത്താവിനെ മനസ്സിലാക്കിയാൽ ഏത് കഠിന ഹൃദയനും ഏത് കുറ്റവാളിയും യേശുവിനെ സ്വീകരിക്കും. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ സുവിശേഷം പറയുമ്പോൾ കർത്താവ് ആരായിരുന്നു എന്നാ പറയേണ്ടത്. ഏത് പാപവും ക്ഷമിക്കുന്നവൻ, നിന്നെ സ്നേഹിതനായി കണക്കാക്കുന്ന, ഞാൻ നല്ല സ്നേഹിതൻ എന്ന് പറഞ്ഞൊരു ട്രാക്ട് എഴുതിയിട്ടുണ്ട്. നല്ല സ്നേഹിതൻ ഏത് ഹൈന്ദവർക്കും ഏത് മുസ്ലിംസിനും കൊടുക്കാവുന്നതാണ്. നല്ല സ്നേഹിതൻ, കർത്താവ് നല്ല സ്നേഹിതനാണ്. അപ്പോ നമ്മൾ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അല്ലാതെ നിങ്ങളുടെ വിശ്വാസമല്ല അന്ധവിശ്വാസമാണ്, നിങ്ങൾ പിന്നെ എല്ലാം മോശക്കാരാണ്, ഞങ്ങളുടെ മാർഗം ഞങ്ങളുടെ മതമാണ് ശ്രേഷ്ഠം എന്ന് ഒരിക്കലും അറിയാതെ പോലും നമ്മുടെ വായിന്ന് വരരുത്. പകരം നമ്മുടെ കർത്താവിനെ പരിചയപ്പെടുത്തുക, കർത്താവിന്റെ ശ്രേഷ്ഠത പരിചയപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഏത് കാലത്തും മാതൃകാ പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. 14 ധാർമ്മിക ശ്രേഷ്ഠൻ. ധാർമ്മിക ശ്രേഷ്ഠൻ, ലോകം കണ്ട ഏറ്റവും വലിയ ധാർമ്മിക ശ്രേഷ്ഠൻ, മോറലി സുപ്പീരിയർ. കർത്താവിനെ പോലെയുള്ള ധാർമ്മിക ശ്രേഷ്ഠനെ പ്രപഞ്ചം കണ്ടിട്ടില്ല, മനുഷ്യവർഗം കണ്ടിട്ടില്ല. പകരം വെക്കാൻ ആളില്ല എന്ന് ഉണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി മഹാനെ എടുത്തേ. ലോകത്തിൽ ഒത്തിരി മഹാന്മാരുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. ഞാൻ ഉദാഹരണം പറയാറുണ്ട്, നമ്മുടെ ഗാന്ധിജിയും പറ്റും. മോശം പറയാൻ പറ്റില്ല എങ്കിലും പറയട്ടെ. ഗാന്ധിജി വലിയ മുൻകോപിയായിരുന്നു, എടുത്തിയാട്ടക്കാരനായിരുന്നു, ഭാര്യയുമായിട്ട് സ്ഥിരം കലഹമായിരുന്നു. അതിനൊക്കെ കാരണങ്ങളുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച്. ഏറ്റവും നല്ല മഹാനായ മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിനും ഒത്തിരി ബലഹീനതകളുണ്ട്. ലോകത്ത് കണ്ട ഏറ്റവും വലിയ മഹാന്മാരൊരാളാണ് അബ്രഹാം ലിങ്കൻ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ. അദ്ദേഹത്തിന്റെ അധ്വാനം, കഠിനാധ്വാനം. തന്റെ 3 സഹോദരങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചുപോയി. വിറക് വെട്ടി പഠിച്ചാണ് നിയമം പാസ്സായത്. 7 പ്രാവശ്യം ഇലക്ഷൻ ഒന്ന് പരാജയപ്പെട്ട് 8ാമത്തെ പ്രാവശ്യം വിജയിക്കുന്നത്. ഇതൊക്കെ മാതൃകയാണ്. പക്ഷെ അബ്രഹാം ലിങ്കനും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ധാരാളം പരിമിതികളുണ്ടായിരുന്നു. അമേരിക്കക്കാരായ ഇവരെല്ലാം കുടിയേറി ചെന്നവരാണല്ലോ അമേരിക്കയിൽ. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ വർഗങ്ങളെ കൂട്ടക്കൊല ചെയ്തതിൽ അബ്രഹാം ലിങ്കന് പങ്കുണ്ടെന്നാണ് അടുത്ത കാലത്ത് ചില ചരിത്ര പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചത്. എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത ഒരു വ്യക്തി, എത്ര വലിയ നേതാവാണെങ്കിലും ഒരു തെറ്റും കാണിച്ചു കൊടുക്കാനില്ലാത്ത ഒരു വ്യക്തിയുമില്ല. എന്നാൽ കർത്താവിൽ നിങ്ങൾ ആരെ എന്നെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമെന്നാണ് കർത്താവ് തന്നെ ചോദിച്ച്. അത്രയും വലിയ ധാർമ്മിക ശ്രേഷ്ഠനാണ് കർത്താവായ യേശു ക്രിസ്തു. ഓക്കെ, യോഹന്നാൻ 8:46 വാക്യമായിട്ട് എഴുതിക്കും. 8:46. 15 ഏറ്റവും വിശ്വസനീയമായ രക്ഷാമാർഗം. ഏറ്റവും വിശ്വസനീയമായ രക്ഷാമാർഗം. മോക്ഷത്തിൽ പോവുക അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കാൻ ലോകത്തില് മനുഷ്യരെ ഒത്തിരി മാർഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിന്തകര് ഒത്തിരി മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് തീർത്ഥാടനം. നിങ്ങൾ പുണ്യസ്ഥലങ്ങളിൽ പോയി തീർത്ഥാടനത്തിന് പോയാൽ നിങ്ങളുടെ പാപം പരിഹരിക്കുമെന്ന് പറയുന്ന ഒത്തിരി ചിന്താധാരകളുണ്ട്. ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്തിലെ മിക്ക മതങ്ങളും, ക്രിസ്തുമാർഗം ഒഴികെ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും അവർക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെന്നാൽ അവരുടെ പാപം പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തീർത്ഥാടനത്തിൽ പോയി പാപം പരിഹരിക്കുകയാണെങ്കിൽ പണമുള്ളവന് പോകാം, പണമുള്ളവന് പാപം ചെയ്യാം. പിന്നെ അടുത്ത കൊല്ലം ആ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്നത് വരെ പാപം ചെയ്താലും കുഴപ്പമില്ല, കാരണം പിന്നെ അടുത്ത പ്രാവശ്യവും തീർത്ഥാടനം നടത്തിയാൽ മതിയല്ലോ. അതൊരു വലിയ യുക്തിയില്ലാത്ത കാര്യമല്ലേ? എന്നാൽ കർത്താവിൽ വരുന്ന ഒരു വ്യക്തി, ഇവിടെ കർത്താവ് എന്താ, ഇനി പാപം ചെയ്യരുത്. കണ്ടോ ഉദ്ദേശം? കണ്ടോ? ഏത് പാപിക്കും കർത്താവിന്റെ അടുക്കൽ വരാം. വന്നിട്ടോ കർത്താവ് പറയും ഇനി പാപം ചെയ്യരുത്. കർത്താവിൽ വന്നതിന് ശേഷം പിന്നെ പാപത്തിൽ ജീവിക്കരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് കർത്താവിനെ കുറിച്ച്. ചിലര് ദാനധർമ്മം ചെയ്താൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന വിശ്വസിക്കുന്നത്. ചില ചിന്തകൾ അങ്ങനെയാണ്. കണ്ടമാനം പണം മറ്റുള്ളവർക്ക് കൊടുക്കുക, ദാനധർമ്മം. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ
ആളുകൾ വലിയ നോട്ടുകെട്ടുകൾ 1,00,000 രൂപയൊക്കെ നോട്ടുകെട്ടുകൾ ഒന്നിച്ച് ഭണ്ഡാരങ്ങളിലേക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളിലെ അവരുടെ പണപ്പെട്ടിയിലേക്ക് ഇത് വലിച്ച് എറിയുന്ന നിങ്ങൾ കണ്ടു കാണും. എന്താ കാരണം? തന്റെ പാപമെല്ലാം താന് കള്ളപ്പണം വെളുപ്പിച്ചുണ്ടാക്കിയത്, മറ്റുള്ളവരെ ചൂഷണം ചെയ്തുണ്ടാക്കിയത്, അമിതലാഭം നേടിയുണ്ടാക്കിയ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയിൽ ഒരു ഭാഗം ദൈവത്തിന് കൊടുത്താൽ തന്റെ പാപം പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാ ലോകത്തില്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള നല്ലൊരു ശതമാനം ആളുകൾ. അപ്പൊ തീർത്ഥാടനം നടത്തിയതുകൊണ്ടോ ദാനധർമ്മം ചെയ്തുകൊണ്ടോ സൽപ്രവൃത്തിയിലൂടെ സ്വർഗം നേടാന്ന് വിചാരിക്കുന്നുണ്ട്. സൽപ്രവൃത്തികൾ, നമ്മളും സൽപ്രവൃത്തി ചെയ്യണമെന്ന കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. പക്ഷെ പാപമോചനം പ്രാപിച്ചവരുടെ സൽപ്രവൃത്തിയെ ദൈവം സ്വീകരിക്കത്തുള്ളൂ. പാപക്ഷമ പ്രാപിക്കാത്ത ആളുകൾ എത്ര സൽപ്രവൃത്തി ചെയ്താലും അത് ദൈവികമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം തീർത്ഥാടനം നടത്തിയോ ദാനധർമ്മം ചെയ്തോ പിന്നെ സൽപ്രവൃത്തി ചെയ്തോ രക്ഷപ്പെടാം എന്ന് വിശ്വസിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള നല്ലൊരു. എന്നാൽ കർത്താവ് പഠിപ്പിച്ച രക്ഷ അങ്ങനെയല്ല. കർത്താവിൽ വിശ്വസിക്കുക. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മള് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന് നമ്മൾ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? മറ്റുള്ളവരെ നമ്മളത് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? നമുക്കറിയാം, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ആ അനുഭവമാണ് രക്ഷ എന്ന് പറയുന്നത്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാറുണ്ട് കേട്ടോ. ഒറ്റ വാക്ക് പറഞ്ഞങ്ങ് നിർത്താം. നമുക്ക് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായി. ഈ സ്വാതന്ത്ര്യമാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ യുവജന മീറ്റിങ്ങുകളെല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം പറയും, മുതിർന്നവരും പറയും, പാസ്റ്റേഴ്സ് എല്ലാം പറയുന്നത്, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് 1947 ഓഗസ്റ്റ് 15 വരെ ഇന്ത്യക്കാരൊക്കെ അടിമകളായിരുന്നു. അന്ന് ഇംഗ്ലീഷുകാര് നമുക്കെല്ലാം സ്വാതന്ത്ര്യം നൽകി. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ പിതാക്കന്മാരെല്ലാം ഇംഗ്ലീഷുകാരുടെ അടിമകളൊന്നും ആയിരുന്നില്ല. അപ്പൊ പിന്നെ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടോണം. സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്ന ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്നും ഭരണം ഇന്ത്യക്കാർക്ക് തിരികെ കിട്ടി. ഭരണ കൈമാറ്റം നടന്നതിന്റെ പേരാണ് സ്വാതന്ത്ര്യം. ഇനി അത് വെച്ച് നമ്മുടെ രക്ഷാനുഭവത്തിലേക്കൊന്ന് വരാം. രക്ഷിക്കപ്പെടുക, ബോൺ അഗെയിൻ. വാട്ട് യു മീൻ ബൈ ബോൺ അഗെയിൻ എന്ന് ചോദിച്ചാൽ, എന്താണ് ബോൺ അഗെയിൻ എന്ന് ചോദിച്ചാൽ മറുപടി എന്താണെന്നറിയാവോ? നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട മറുപടി ഭരണ കൈമാറ്റം വേണം. എവിടെ? പിശാചിന്റെ ഭരണത്തിൽ നിന്നും ദൈവാത്മാവിന്റെ ഭരണത്തിലേക്കുള്ള ഭരണ കൈമാറ്റം, നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. അതുവരെ ലോകശക്തികളുടെ, ലോകമോഹങ്ങളുടെ സ്വാധീനത്തിലും ഭരണത്തിലും ആയിരുന്ന നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരിക. അതാ പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. പിശാചിന്റെ ഭരണത്തിൽ കീഴിൽ നിന്നും ദൈവാത്മാവിന്റെ ഭരണത്തിലേക്കുള്ള ഭരണമാറ്റം. നമ്മുടെ ഭരണം ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അതിനാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഞാൻ 45 കൊല്ലം മുമ്പാണ് രക്ഷിക്കപ്പെട്ടത്. എൻ്റെ 20ാമത്തെ വയസ്സ് കഴിഞ്ഞു. 45-46 കൊല്ലമായി. സംഗതി ഇത്രയേ ഉള്ളൂ. അതുവരെ ഞാൻ ജീവിച്ചു പോന്നിരുന്ന കുറെ വ്യവസ്ഥകളും റൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വിട്ട് ദൈവത്തിന്റെ ആത്മാവിലേക്ക് എൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുക. അതിനാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ലോകത്തിന് ഏറ്റവും സ്വീകാര്യമായ രക്ഷാമാർഗം യേശുക്രിസ്തു പഠിപ്പിച്ചതാ. എന്നിൽ വിശ്വസിക്കുക മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ ഒരു തീർത്ഥാടനവും വേണ്ട, ഒരു ദാനധർമ്മവും വേണ്ട, ഒന്നും വേണ്ട. എന്നിൽ വിശ്വസിക്കുക, പാപം ഏറ്റുപറയുക, നാം സ്വർഗരാജ്യത്തിന് അവകാശിയായി. ഓക്കെ. അപ്പം ഏറ്റവും സ്വീകാര്യമായ വിശ്വാസമാർഗം. 16, ലോകത്തിലെ ഏറ്റവും വലിയ മറുവില കൊടുത്ത വ്യക്തി. മറുവില കേട്ടുണ്ടാവും ആ പ്രയോഗം. റാൻസം എന്ന് ഇംഗ്ലീഷിൽ പറയും. ലോകത്തിലെ ഏറ്റവും വലിയ മറുവില എന്താ? ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച തന്നെ ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവൻ മറുവിലയായി കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് കുരിശുമരണം. ലോകം കണ്ട ഏറ്റവും വലിയ പെനാൽറ്റി മറുവില കൊടുത്ത വ്യക്തിയാണ് യേശുക്രിസ്തു. ലോകത്തിൽ ആരും തന്റെ ജീവൻ മറ്റുള്ളവർക്ക് രക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല.
പക്ഷെ പട്ടാളത്തിലും പോലീസിലും ഒക്കെ ഉള്ളവർ മറ്റുള്ള ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ മരണം ഭവിച്ച ഒത്തിരി ആളുകളുണ്ട്, അവരെ നമ്മൾ മാനിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ പാപപരിഹാരത്തിനായി സ്വന്തമായി കുരിശിൽ കയറിയ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അത് ഒരു പ്രധാനപ്പെട്ട ഉപദേശ വിഷയമാണ്, എങ്കിലും വിശദീകരണത്തിന്റെ ആവശ്യം ഇല്ല. ധാരാളം വാക്യങ്ങളുണ്ട്, 2-3 വാക്യങ്ങൾ എഴുതിക്കും. മർക്കോസ് 10:45, മർക്കോസ് 10:45, റോമർ 5:6-7, റോമർ 5:6-7, മത്തായി 22:37, മത്തായി 22:37, 1 പത്രോസ് 3:15, 1 പത്രോസ് 3:15. ഓക്കെ, മുമ്പോട്ട് പോട്ടെ. 17 ലോകത്തിന്റെ ലൈറ്റ് ഹൗസ് ആണ് കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിന്റെ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, അകലെ നമുക്ക് പ്രകാശം കിട്ടും. ആ പ്രകാശത്തിനേക്കാൾ വലിയത് സാധാരണ മുൻകാലങ്ങളിൽ കടലിന്റെ തീരത്തിലെ പാറക്കെട്ടുകൾക്കടുത്തായിട്ട് വലിയ ലൈറ്റ് ഹൗസ് കെട്ടിപ്പോക്കും. എന്നിട്ട് ആ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ കടലിലേക്ക് ചെല്ലും. അപ്പൊ അത് കണ്ട് കര അടുത്തുണ്ട് എന്ന് ഒരു സൂചന. തങ്ങൾ കരയോട് അടുക്കുന്നു, ഒരു നല്ല കാര്യമാണ്. വേറൊരു കാര്യം കൂടെ ലൈറ്റ് ഹൗസ് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കരയുണ്ട്, പാറക്കെട്ടുകളുണ്ട്. നിങ്ങളുടെ കപ്പൽ ഇങ്ങോട്ട് അടുത്താൽ പാറക്കെട്ടിൽ തട്ടി തകരുമെന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ലൈറ്റ് ഹൗസ്. അപ്പം ലൈറ്റ് ഹൗസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അപകട സൂചന നൽകുക എന്നുള്ളതാണ്. ലോകത്തിന്റെ ലൈറ്റ് ഹൗസ് ആണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പ്രകാശം കൊടുക്കുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു കർത്താവ് പറഞ്ഞല്ലോ. ആ വെളിച്ചം ആഫ്രിക്കയിലോട്ട് എത്തി മനുഷ്യനെ ചുട്ടു തിന്നുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ആ വെളിച്ചം എത്തിയപ്പോൾ മാറ്റം വന്നു. ഇംഗ്ലണ്ടിലേക്ക് എത്തി, മാറ്റം വന്നു. അതൊക്കെ ഞാൻ ഒരു ദിവസം വിശദമായി പറയാം. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് പ്രാകൃതന്മാര് ജീവിച്ചിരുന്ന ഒരു നാടാണ്. ആംഗിൾസ് എന്ന് പറയുന്ന നാടോടി വർഗം, ആംഗിൾസ്, പ്രാകൃതര്, കിരാതന്മാരായിരുന്നു, ബാർബേറിയൻസ്. നമ്മൾ മലയാളത്തിൽ ബർബരന്മാരെന്ന് പറയുന്നത് ബാർബേറിയൻസിന്റെ ഒരു നാടായിരുന്നു ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പരിഷ്കൃത സമൂഹം എന്ന് അഭിമാനിക്കുന്ന ഇംഗ്ലണ്ട്. ആംഗിൾസ് എന്ന് പറയുന്ന വർഗം, ആംഗിൾസിന്റെ ലാൻഡാണ് ഇംഗ്ലണ്ട്. ആംഗിൾസ് ലാൻഡ് ആണ് പിന്നീട് ഇംഗ്ലണ്ട് ആയി മാറിയത്. അതെങ്ങനാ ഇന്നത്തെ ഇംഗ്ലണ്ടായി മാറിയത്? ഈ കർത്താവിന്റെ വെളിച്ചം യൂറോപ്പിലേക്ക് ചെന്നു, ഇംഗ്ലണ്ടിലേക്ക് ചെന്നു. അവിടുത്തെ ജനത ഈ യേശുവിന്റെ വ്യക്തിത്വം മനസ്സിലാക്കി യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ അവർ ലോകത്തിലെ ഏറ്റവും പരിഷ്കൃത സമൂഹമായി മാറി. ഇന്ന് അവർ തിരിച്ച് പഴയ പ്രാകൃതാവസ്ഥയിലേക്ക് പോവുക. കൊള്ളയും കൊലയും ഭയങ്കരമായിട്ട് തീവ്രവാദികൾ അവിടെ കുടിയേറി ആ രാജ്യം നശിപ്പിച്ചു. യേശുവിനെ തള്ളിക്കളഞ്ഞതിന്റെ ഫലമായിട്ട് ദൈവം അവരെ, നമുക്കറിയാം, ഇസ്രായേൽ മക്കള് യഹോവയെ തള്ളിക്കളഞ്ഞതിന്റെ ഫലമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശത്രുക്കളെ ഇസ്രായേലിൽ കയറി മേയുന്നതിന് വേണ്ടി ദൈവം അനുവദിച്ചു. അങ്ങനെയാണ് ഇസ്രായേൽ ചിതറിക്കപ്പെടുന്നത്. ഇത് തന്നെ ഇംഗ്ലണ്ടിനും യൂറോപ്പിനും സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തെ തള്ളിക്കളയുന്ന യൂറോപ്പിനെ ദൈവം ശിക്ഷിക്കാൻ പോവുകയാണ്. അത് ഏത് വിധത്തിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ഇംഗ്ലണ്ടിലും യൂറോപ്പിലും കുടിയേറി പാർക്കുന്ന ഭീകരന്മാര് ആ രാജ്യങ്ങളെ നശിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തെ ഉപേക്ഷിക്കുന്ന യൂറോപ്പിന്റെ ഗതി ഇസ്രായേലിനെ സംഭവിച്ചു തന്നെ സംഭവിക്കും. ഓക്കെ, അപ്പം ലോകത്തിന്റെ ലൈറ്റ് ഹൗസ് ആണ് കർത്താവായ യേശു ക്രിസ്തു. അത് നല്ല ഒരു പ്രസംഗ വിഷയമാണ്. എവിടുത്തെ തെരുവുകളിൽ പ്രസംഗിക്കാൻ, സഭയിൽ പ്രസംഗിക്കാം, തെരുവിൽ പ്രസംഗിക്കാം. എന്റെ തെരുവ് പ്രസംഗത്തിന്റെ പ്രധാന ഒരു വിഷയം ലോകത്തിന്റെ ലൈറ്റ് ഹൗസ് ആണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ്. 18 കർത്താവ് ജീവന്റെ അപ്പമാണ്. ജീവന്റെ അപ്പമാണ്. എന്താ അതിന്റെ അർത്ഥം? എന്തിനാ നമ്മൾ അപ്പം കഴിക്കുന്നത്, അല്ലെ ആഹാരം കഴിക്കുന്നത്? വിശപ്പ്, അടിസ്ഥാന ആവശ്യമാണ് വിശപ്പ്. എന്തിനാ വിശപ്പ് ദൈവം തന്നത്? നമ്മുടെ വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കത്തില്ല. എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ശരീരം നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ എല്ലാ അന്വേഷണവും അവസാനിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ ചെന്നാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ലോകത്തിന്റെ വിശപ്പിന് ദൈവത്തിന്റെ മറുപടിയാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ ലോകത്തിന്റെ, അല്ലെങ്കിൽ ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നെ തിന്നുന്നവൻ ഒരു നാളും വിശക്കുകയില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എല്ലാ അന്വേഷണങ്ങളും അവിടെ ചെന്ന് അവസാനിക്കുകയാണ്.
ദൈവം ഉണ്ടോ, ദൈവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. യഥാർത്ഥമായി അന്വേഷിക്കുന്നവരുണ്ട്. ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെങ്കിൽ എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്ന് അന്വേഷിക്കുന്ന, വളരെ കഷ്ടതയിലും ജീവിക്കുമ്പോൾ, വളരെ പ്രതികൂലങ്ങള്, പ്രതിസന്ധികള്, നിരാശകള്, ദുഃഖങ്ങള്, ആരുമില്ല എന്നുള്ള തോന്നല്, ഇതൊക്കെ ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അന്ധവിശ്വാസങ്ങളിലും ഫലമായി തകർന്ന കുടുംബങ്ങള്, കൂടോത്ര മന്ത്രവാദ ശക്തികളുടെ പിടിയിൽപ്പെട്ട തകർന്ന കുടുംബങ്ങള്, അവരൊക്കെ അവസാന അന്വേഷണത്തിൽ ചെന്നെത്തുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് യേശുക്രിസ്തു. അതിന്റെ അപ്പുറം പിന്നെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. നമ്മളൊക്കെ കർത്താവിനെ കണ്ടുമുട്ടിയവരാ, ഹൃദയത്തിൽ സ്വീകരിച്ചവരാ. ഇനി വേറെ ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഫൈനലാ. ഈ ട്രെയിൻ പാളത്തിന്റെ അവസാനം ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ടൊക്കെ കാണാം, റെയിൽ പാളം ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വലിയ ഒരു പോസ്റ്റ്, ഒരു ഇരുമ്പിന്റെയോ വലിയൊരു മരത്തിന്റെയോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇൻഡു അടയാളമൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പാളത്തിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നതാ. അതുപോലെ എല്ലാ അന്വേഷണങ്ങളുടെയും ഒടുവിൽ ചെന്നെത്തും. എല്ലാ ആത്മീയ അന്വേഷണങ്ങളുടെയും ഒടുവിൽ ചെന്നെത്തും എവിടെയാ? കർത്താവായ യേശുക്രിസ്തു. അതാ ഞാൻ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പരമമായ സത്യമാണതെന്ന. എല്ലാ അന്വേഷണങ്ങളുടെയും അവസാനം അവിടെയാണ്. ആത്മീയ പൂർണ്ണത അവിടെയാണ് കിട്ടുന്നതാണ്. കർത്താവ് ലാസ്റ്റ് അന്വേഷണം അവിടെ ചെന്ന് നിൽക്കുന്നു. 19 ഏറ്റവും വലിയ ആശ്വാസദായകൻ, ലോകം കണ്ട ഏറ്റവും വലിയ ആശ്വാസദായകൻ കർത്താവായ യേശുക്രിസ്തു. ലോകം കണ്ട ഏറ്റവും വലിയ കൗൺസിലർ. നമുക്കറിയാം എന്താ കൗൺസിലിംഗ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കൗൺസിലിംഗ്, എന്റെ ഭാഷയിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവും? ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക. അതാണ് കൗൺസിലിങ്ങിന് ഞാൻ കൊടുത്തിരിക്കുന്ന നിർവചനം. ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക. അതിനുവേണ്ടിയാണ് കൗൺസിലിംഗ് കോഴ്സ് നടത്തുന്നത്. ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു, നമ്മുടെ 1 ഇയർ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവര് നിങ്ങൾ ആ ഫോം പൂരിപ്പിച്ച് എനിക്ക് അയച്ചു തരണം. ഞാൻ ആ ഫോം നമ്മുടെ ബീന സഹോദരിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫോം പൂരിപ്പിച്ച് അയച്ചു തരണം. അടുത്ത മെയ് മാസത്തിൽ ആരംഭിക്കുന്ന ആ കോഴ്സിൽ നിങ്ങളിപ്പം ഏതാണ്ട് 40ഓളം പേരുണ്ടെങ്കിൽ ആ 40 പേരും ഈ കോഴ്സിൽ, അവിടെ എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാം. അവരുടെ നിരാശയിൽ, അവരുടെ ഡിപ്രഷനിൽ, അവരുടെ പ്രതിസന്ധി വേളകളിൽ, അവരുടെ നിരാശയിൽ, അവരുടെ സോഷ്യൽ ഫോബിയയില്, അവരുടെ സാമൂഹിക പ്രയാസങ്ങളില്, പിന്നെ ഞാൻ പറയുന്നതല്ല, വിശദമായി മനഃശാസ്ത്ര വിദഗ്ധന്മാരും വലിയ ഡോക്ടറേറ്റ് ബിരുദമുള്ളവരും ക്ലാസ് എടുക്കുന്ന ഒരു കോഴ്സാണത്. നിങ്ങൾ എല്ലാവരും ആ ഫോം എനിക്ക് തിരിച്ച് അയച്ചു തരണമേ. ബീന സിസ്റ്ററുടെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഫോം വാങ്ങി അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അത് ഫില്ല് ചെയ്ത് വാട്സപ്പിൽ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ. ലോകം കണ്ട ഏറ്റവും വലിയ കൗൺസിലർ കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടെ ചെന്ന് ആ മാറിൽ ചാരുന്നത്, അതിലും വലിയൊരു ആശ്വാസമില്ല കേട്ടോ. ആ തൃപ്പാദത്തിൽ ചെന്ന് വീഴുന്നത്, ആ അണിപ്പഴുതുള്ള ആ പാദത്തിൽ ചെന്ന് അഭയം പ്രാപിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയൊരു ആശ്വാസം നമ്മുടെ ജീവിതത്തിലില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ആ കാൽപാദത്തിങ്കൽ കെട്ടിപ്പിടിച്ച് കിടന്നോണം. പിടുത്തം വിടരുത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമുക്കറിയാം, അവരെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെ കെട്ടിപ്പിടിച്ച്, നമ്മുടെ കാല് പോകാൻ സമ്മതിക്കാതെ നമ്മുടെ കാൽപാദത്തിങ്കൽ കെട്ടിപ്പിടിച്ച് അവർ കരയെ നമ്മൾ കരയാറില്ലേ? അതുപോലെ വിടാതെ നമ്മുടെ കർത്താവിന്റെ ആ പാദത്തിങ്കല്, വേറെ ആരുടെയും പാദത്തിൽ പോയി വീഴരുത്. ആൾ ദൈവങ്ങളുടെ പാദത്തിൽ പോയി വീഴരുത്. ആൾ ദൈവമാണോ അതോ തട്ടിപ്പുകാരനാണോ, കപടനാണോ, പ്രവാചകനാണോ, കള്ളനാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ഞാൻ തമാശക്കെങ്കിലും ഒരു കാര്യം പറയാറുണ്ട്. ആ പാദപീഠത്തിങ്കിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുമ്പോൾ ഓർത്തിരുന്നോണം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കണം, ആണിപ്പഴുതുള്ള പാദമാണോ എന്ന് നോക്കണം. തട്ടിപ്പുകാരന്റെ അടുക്കിലേക്ക് പോയി ചിലർക്കെല്ലാം സമ്പത്തും പണവും മാനവും എല്ലാം നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ പോകാതെ ഞാൻ വന്ന് വീണത് യഥാർത്ഥ ദൈവം തമ്പുരാന്റെ ദൈവത്തിന്റെ കാൽപാദത്തിങ്കിലാണോ എന്ന് അറിയാൻ ഒരു മാർഗമുണ്ട്. ആ കാൽപാദത്തിങ്കിൽ ആണിപ്പഴുതുണ്ടോ എന്ന് അന്വേഷിക്കണം. ആണിപ്പഴുതുണ്ടോ എന്ന് നോക്കണം. ആ കൈപ്പത്തിയിൽ ആണിപ്പഴുതുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഏറ്റവും വലിയ ആശ്വാസദായകൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് കേട്ടോ. അവിടെ ചെന്ന് നമ്മള് ആ പാദത്തിങ്കിൽ വീഴണം. അതാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ
എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടെ രണ്ട് പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന് അധ്വാനിക്കുന്നവർ. അധ്വാനിക്കുന്ന പറഞ്ഞാൽ നമുക്കറിയാം ശാരീരിക അധ്വാനമായിരിക്കണം അവിടെ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണല്ലോ. പിന്നെയും പറയുന്നു ഭാരം ചുമക്കുന്നവർ. അതെന്താ അങ്ങനെ എടുത്തു പറയാൻ കാരണം? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ മനസ്സിലാക്കിയത് പറയാൻ കേട്ടോ. ഒരുപക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെ? ശാരീരികമായി അധ്വാനിക്കുന്നവരും മാനസികമായി ഭാരം ചുമക്കുന്നവരും. നമ്മുടെ ഇടയിൽ ഒത്തിരി ആളുകളുണ്ട് മാനസികമായി ഭാരം ചുമക്കുന്നവർ. നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച മുഴുവൻ ആളുകളും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പ്രാപ്തരായിരിക്കണം. അതിനാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കൗൺസിലിംഗ് കോഴ്സ് തുടങ്ങിയത്. എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാം? ഡിപ്രഷനിലേക്ക് പോയാൽ, ഡിപ്രഷൻ എന്താണെന്ന് പോലും സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല. അനേക ജനങ്ങളുടെ ധാരണ നമുക്കൊരു നിരാശ വരുന്നതിനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെയല്ല. അതൊരു സ്ഥിരമായ സ്ഥായിയായി നമ്മുടെ സ്വഭാവത്തിന് ദുഃഖഭാവം കയറിയാൽ, നിരാശാഭാവം നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായി വരുമ്പോഴാണ് അതിന് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ ആ കോഴ്സ് നമ്മൾ പഠിപ്പിക്കും. അപ്പൊ നമ്മൾ ആളുകളെ ചേർത്ത് പിടിക്കണം. അതെങ്ങനെ പിടിക്കാന്നുള്ളതാണ് നമ്മൾ ആ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും നല്ല മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാ പറഞ്ഞ കർത്താവ്, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ പറഞ്ഞോ? കാറൽ മാർക്സിന് അങ്ങനെ പറയാൻ പറ്റുമോ? ഗാന്ധിജിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അബ്രഹാം ലിങ്കൻ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ മോദിജിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റത്തില്ല. എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ ഈ ആശ്വാസദായകനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഏറ്റവും വലിയ ആശ്വാസദായകൻ 20 ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ്, ലോകം കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് കർത്താവായ യേശു ക്രിസ്തു. ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ്. ഒത്തിരി വാക്യങ്ങളും കാര്യങ്ങളും ഉണ്ട്, എങ്കിലും ഞാൻ അതെല്ലാം പറയുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ വാക്യം തന്നെ അതിന് എഴുതിക്കും. മത്തായി 11-ാം അധ്യായം, മത്തായി 11-ന്റെ 28, 29 വാക്യങ്ങളൊക്കെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വേറൊരു വാക്യം കൂടി എഴുതിക്കൂ. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഒരു വാക്യമുണ്ട്, അതെവിടെയാ വരുന്നേ? മത്തായി 7:12. മത്തായി 7:12. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം, മറ്റുള്ളവർ നമ്മളെ സഹായിക്കണം. നമ്മുടെ ഒരു ആഗ്രഹമല്ലേ അത്? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. അതിനേക്കാൾ വലിയ എന്താ സോഷ്യലിസം ലോകത്തിലുള്ളത്? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വവാദം എന്നാണ് അതിന്റെ അർത്ഥം. സ്ഥിതി സമത്വം, ഇക്വാളിറ്റി എന്നാണ് സോഷ്യലിസം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ഓക്കെ, അടുത്ത 21-ാമത്തെ പോയിന്റ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത് ഇത്രയേ ഉള്ളൂ. കർത്താവ് പറഞ്ഞ ഒരു പദപ്രയോഗമാണ്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സുവിശേഷം അറിയിപ്പിൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏത് നിമിഷവും നമ്മുടെ കൂടെയുള്ള ഒരു കർത്താവ്. അതിനാണ് ദൈവത്തിന്റെ ആത്മാവിനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുക എന്ന് പറയുന്നത്. നമ്മളൊരു സഞ്ചരിക്കുന്ന ആത്മവാഹിനിയാണ്. ആ ആത്മാവിനെ വഹിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയതാണ് ഈ മൺകൂടാരം. ഈ മൺകൂടാരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചു. ആ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. ഓരോ സഞ്ചാരം, നമ്മുടെ വഴി, നമ്മൾ നാൽക്കവലകളിൽ പതറി നിൽക്കുമ്പോൾ വഴി ഇതാണ് മകനെ, ഇതാ വഴി എന്ന് ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ കർത്താവിന് ഭരിക്കാൻ അവസരം കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ കീഴ്പ്പെടുക, ഭരണം കൈമാറുക എന്നതിനർത്ഥം. വിശ്വാസി എന്ന പദം തന്നെ അതാണ് കേട്ടോ. ബൈബിളിലെ പുതിയ നിയമത്തില് ഹൂ ഈസ് എ ബിലീവർ എന്ന ചോദ്യത്തിന്, ആരാണ് ഒരു ക്രിസ്ത്യ വിശ്വാസി എന്ന ചോദ്യത്തിന് മറുപടി എന്താണെന്ന് അറിയാവോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഈ കോഴ്സ് കഴിയുമ്പോൾ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്കെല്ലാം വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആൻസർ കൊടുക്കാൻ നമ്മൾ കഴിവുള്ളവരായിരിക്കണം. ഹൂ ഈസ് എ ക്രിസ്ത്യൻ ബിലീവർ എന്ന ചോദ്യത്തിന് ഇപ്പം നിങ്ങളിൽ പലരും മറുപടി പറയുന്നത് രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച് പോകുന്നവരാണ് വിശ്വാസി എന്നല്ലേ. അതൊക്കെ ശരിയാണ്. അങ്ങനെയുള്ളവർക്കും പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്മാറിപ്പോയ ഒരാളെ വിശ്വാസി എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടുപോകുന്നതിനെ വിശ്വാസി എന്ന് പറയാൻ പറ്റത്തില്ല. ദെൻ ഹൂ ഈസ് എ ബിലീവർ എന്ന് ചോദിച്ചിട്ട് എന്താ മറുപടി? അത് റോമർ 8:14 അതിന്റെ മറുപടി. റോമർ 8:14 അവിടെ പറയുന്നു,
ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാവുന്നു. അപ്പൊ ഹു ഈസ് എ ബിലീവർ എന്താ മറുപടി? ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവനും, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണ് വിശ്വാസി. അല്ലാതെ പ്രത്യേക രീതി വസ്ത്രം ധരിച്ചത് കൊണ്ടോ, താടി നീട്ടിയത് കൊണ്ടോ, താടി വടിച്ചത് കൊണ്ടോ, വെള്ള ധരിച്ചത് കൊണ്ടോ, ആഭരണം ഊരിയത് കൊണ്ടോ ഒന്നുമല്ല. പകരം ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. വൺ ഹു ഈസ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഈസ് എ ബിലീവർ. വൺ ഹു ഈസ് കൺട്രോൾഡ്, വൺ ഹു ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് വിശ്വാസി. അതാണ് റോമർ 8:14 നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കർത്താവിനെ കുറിച്ചുള്ള ഏതാണ്ട് ഒരു അടിസ്ഥാന ധാരണ നമുക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 20-21 പോയിന്റും എന്റെ പ്രിയപ്പെട്ടവരെ 21 ചെറിയ പ്രസംഗ വിഷയങ്ങളായിട്ട് നിങ്ങൾ ദൈവസഭകളിൽ പ്രസംഗിക്കണം, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനപരമായി ബോധ്യം കൊടുത്ത് അവരെ കർത്താവിൽ ഉറപ്പിച്ച്, വിശ്വാസത്തിൽ ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സർവ്വകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഞായറാഴ്ച നമ്മുടെ ഈ ക്ലാസ് എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച നമ്മുടെ ജനറൽ കൺവെൻഷന്റെ ലാസ്റ്റ് ദിവസമാണ്. ഞാൻ ബിസി ആയിരിക്കും. അതുകൊണ്ട് കഴിയുമെങ്കിൽ വേറെ ആരെയെങ്കിലും ഈ ക്ലാസ്സിലേക്ക് അടുത്ത ആഴ്ച ക്ലാസ് എടുക്കാൻ ചുമതലപ്പെടുത്തണമേ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഈ നമ്മുടെ കൗൺസിലിംഗ് ക്ലാസ്സിന്റെ കാര്യം ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് ബീന സിസ്റ്ററിനെ സമീപിച്ച് അതിന്റെ ഫോം വാങ്ങി നിങ്ങൾ പൂരിപ്പിച്ച് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണമേ എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും സമയം എനിക്ക് തന്ന പ്രിയപ്പെട്ടുള്ള സ്നേഹം അറിയിക്കുന്നു, ബഹുമാനം അറിയിക്കുന്നു. പഠിക്കാൻ വേണ്ടി വളരെ താല്പര്യത്തോടെ ഇതെല്ലാം അവസാന ക്ലാസ്സിൽ നിങ്ങൾ എഴുതിയ നോട്ട് ഒന്ന് കാണിക്കാൻ ഞാൻ ആവശ്യപ്പെടും. ഏറ്റവും നന്നായി നോട്ട് എഴുതിയവർക്ക് ഞാൻ എഴുതിയ കുടുംബം, സ്നേഹമുള്ള കുടുംബം എന്ന പുസ്തകം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം നിങ്ങളുടെ നോട്ട് എന്നെ കാണിക്കാൻ, വീഡിയോ ഓൺ ചെയ്ത നോട്ട് അവസാനം നിങ്ങൾ കാണിച്ചു തരണം എന്നെ. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ അന്യോന്യം ഓർക്കാം.